ഒരു ചെറിയ ഗാരേജിൽ നിന്ന് ആരംഭിച്ച ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ ഇന്ന് ലോകത്തിലെ വലിയ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആമസോൺ എന്ന ബ്രാൻഡായി മാറി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ജെഫ് ബെസോസ് വലിയ കെട്ടിടങ്ങളോ വലിയ കോടികളോ കൊണ്ടൊന്നുമല്ല അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം 1994 അദ്ദേഹത്തിന്റെ ഹോം ഗാരേജിൽ നിന്ന് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം, അതായത് ഓൺലൈൻ ബുക്ക് സ്റ്റോർ ആയിട്ട് അദ്ദേഹം ആദ്യം തുടക്കം കുറിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് വെറും ഒരു തുടക്കം മാത്രമാണെന്നുള്ളത്. എവരിത്തിങ് സ്റ്റോർ എന്ന വലിയ ദൗത്യമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ടത്. ജെഫ് ബെസോസ് ഒരിക്കലും ചെറുതായി ചിന്തിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം വലുതായി തന്നെ ചിന്തിക്കുകയും അദ്ദേഹം കസ്റ്റമേഴ്സിനെ ആദ്യ പരിഗണനയായി കാണുകയും ബുദ്ധിപൂർവ്വം റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുകയും കസ്റ്റമേഴ്സിന് വേണ്ടത്ര സേവനങ്ങൾ നൽകാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഫാസ്റ്റ് ഡെലിവറി, ഫ്രീ ഷിപ്പിംഗ്, കസ്റ്റമർ സർവീസ് തുടങ്ങിയ സേവനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ ആമസോൺ എന്ന ബ്രാൻഡ് കൂടുതൽ ജനപ്രിയമായി മാറുകയും ചെയ്തു. ആദ്യകാലത്ത് ആമസോൺ വലിയ നഷ്ടത്തിലായിരുന്നു. പലരും സംശയം പ്രകടിപ്പിച്ചു. എന്നാലും ജെഫ് ബെസോസ് തന്റെ ആത്മവിശ്വാസം മുൻനിർത്തി, ലോങ് ടൈം വിഷൻ മുൻനിർത്തി അദ്ദേഹം മുന്നോട്ട് പോവുകയും AWS, അലക്സ, പ്രൈം തുടങ്ങിയ വിപ്ലവകരമായ സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഇതോടെ ആമസോൺ എന്ന ബ്രാൻഡ് ബിസിനസ് ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വലിയൊരു പാഠം, ഒരിക്കലും തന്നെ നമ്മൾ ചെറുതായി ചിന്തിക്കാൻ തയ്യാറാവരുത്. നമുക്ക് ഇന്നൊരു ആശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ ബുദ്ധിപൂർവ്വം റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ നാം തയ്യാറാവണം. ഇന്നേ വരെ ലോകം കണ്ട ഏറ്റവും വലിയ കമ്പനികളിലൊന്നായി ആമസോൺ എന്ന ബ്രാൻഡ് മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കഠിനമായ ഹാർഡ് വർക്കും അദ്ദേഹത്തിന്റെ ലോങ് ടൈം വിഷനും അദ്ദേഹത്തെ ഈ ലെവലോട്ട് എത്തിച്ചു. അദ്ദേഹത്തിന്റെ ആ നേട്ടത്തിലൊക്കെ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലത്തെ നല്ല ആശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ മടിക്കരുത്. നമുക്ക് അത് ഇന്നൊരു ചെറിയ ഐഡിയ ആയിരിക്കും, പക്ഷെ അത് നാളത്തെ ഒരു ആമസോൺ ആവാൻ തന്നെ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ആശയങ്ങളെ കുറിച്ച് താഴെ കമന്റിലൂടെ അറിയിക്കാനും ഇതുപോലത്തെ നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നേക്കല്ലേ. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.